കണ്ണൻ ചേട്ടാ, ഏറെക്കുറെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ കറണ്ട് ബില്ലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൂടുതലാണ് ഒരു വീട്ടിലല്ലേ നിൽക്കുന്നത്, അപ്പൊ അവരുമായി ചേർന്ന കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ അങ്ങ് പറഞ്ഞോ. അല്ല, എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ലിൻ്റെ കാര്യം പറയാം. ഞാൻ ഏപ്രിൽ മാസത്തിൽ 5571 രൂപ അടച്ചു. അതിനുശേഷം 5956 രൂപ അടച്ചു. പിന്നീട് ഏതാണ്ട് 2980 രൂപ ഉള്ളൂ. കഴിഞ്ഞ മാസം ഞാൻ ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ മാസം അടച്ചത് ഏതാണ്ട് 4800 അടുത്ത് രൂപയാണ്. കാര്യം ഇത്രയും ദിവസമായിട്ട് ഇത്രയും മാസം ഞാൻ ഈ പൈസ അടയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് കറണ്ട് ചാർജ് കൂട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്ത് തലേ കൈവച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലൊക്കെയുള്ള സാധാരണക്കാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അച്ചോ, എന്തുകൊണ്ട് സുഖമാണോ? അസുഖമൊക്കെ മാറിയോ? ഈ കറണ്ട് ചാർജ് അങ്ങ് വലുതായിട്ട് കൂട്ടുവാണല്ലോ, എന്തോ ചെയ്യും? കറണ്ട് ചാർജ് സ്ഥിരമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കല്ലേ, എന്തോ ചെയ്യും? ഇതേ അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, ഫീസ് ഊരി കൊണ്ടുപോകും. കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഒരു കാരണം പറ്റത്തില്ല. അച്ഛന് എന്തായാലും മറുപടി ഗംഭീരം. പൈസ അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മോ, എന്തോ ചെയ്യും ഈ കറണ്ട് ചാർജ് ഇങ്ങനെ ഓരോ ദിവസം കൂടി കഴിഞ്ഞു? എന്ത് ചെയ്യും, ഞങ്ങൾ ഇരുട്ടത്തിരിക്കുക, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? വരുമാനമില്ല, അസുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇപ്പോൾ 1 ലക്ഷം രൂപ ചിലവായിരിക്കുമോ വയ്യാതെ. അങ്ങനെയുള്ളവർ ഇപ്പോൾ ഇരുട്ടത്തിരിക്കാനല്ലേ ഒക്കത്തുള്ളൂ, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ കക്കാനോ വല്ലതും പോകണം. ഒരു കാരണവശാലും പോകണ്ട, അത് നടക്കത്തില്ല. കറണ്ട് ചാർജ് അടയ്ക്കാൻ വേണ്ടി കക്കാൻ പോകേണ്ട അവസ്ഥയൊന്നും ഇല്ല. ജീവിക്കാനും വയ്യ, എല്ലാത്തിനും വില കൂടുതൽ, സാധനങ്ങൾക്ക് വില കൂടുതൽ. പിന്നെ വയസ്സ് ചെയ്യുന്നവർ ഞങ്ങൾക്ക് ആഹാരം കഴിക്കണ്ട, അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? ഞങ്ങൾ ഈ മാസം 12% കൂടും, അത് കഴിഞ്ഞ് 16% കൂടും. ഇരുട്ടടിയാണ്. അതാ കൊച്ചുങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അവര് പിന്നെ 2 പിള്ളേർ വളരണം, പിന്നെ അവർക്ക് തുച്ഛമായ വരുമാനം ശമ്പളമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഈ 10-20,000 രൂപ ശമ്പളമുള്ളവർ മരുന്ന് വേണം, അവർക്ക് മുടി വരെ വെട്ടിക്കേണ്ട അതിനകത്തുനിന്ന് അച്ഛന്മാർക്ക്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പിള്ളേരെന്ത് ചെയ്യും? ഇതാണ് അവസ്ഥ. സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയിലാണല്ലേ? കാര്യം ഈ നിജ സ്വന്തമായിട്ട് ഈ അച്ചാറിൻ്റെ ഒക്കെ ബിസിനസ് നടത്തുന്ന ആളാണ്. ഇത് ഒരു ചെറുകിട വ്യവസായമായിട്ട് തുടങ്ങാൻ വേണ്ടിയാണ്. കറണ്ട് ചാർജ് ഇരുട്ടടിയാകുമോ? ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ബിസിനസ്. അപ്പോൾ ഇങ്ങനെ പോകാനാണെങ്കിൽ, കറണ്ട് ബില്ല് ഇങ്ങനെ പോകാനാണെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ 1500, 1600, 2000-നകത്താണ് ഇപ്പം തന്നെ നിലവിൽ ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ബിസിനസ്സും കൂടെ വരാനാണെങ്കിൽ ഈ 2000 എന്നുള്ളത് ഇപ്പോഴത്തെ കൂട്ടലും കൂടെ ആകുമ്പോഴത്തേക്ക് അത് 4000 ആകും. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ഈ കറണ്ട് ബില്ലെന്ന് പറയുമ്പോൾ ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. ആ ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രതീഷിനൊക്കെ സംസാരിക്കുമ്പോഴേ ആദ്യം ഒരു 6 മാസം മുമ്പ് 1200 ആയിരുന്നു, പിന്നീട് 1400 ആയി. ഈ കഴിഞ്ഞ മാസം അടച്ച് 1580 രൂപയാണെന്നാണ് പറഞ്ഞത്. അതെ, നമുക്ക് നേരത്തെ ഒരു 1200, 1000-ൽ താഴെയൊക്കെ വന്നുകൊണ്ടിരുന്നായിരുന്നു. ഒരു 900, 800, 600 ഒക്കെ വന്നുകൊണ്ടിരുന്നതാ. ഇപ്പൊ ഒരു 4-5 മാസമായിട്ട് ഇങ്ങനെ 2000, 1500, 1600, 1900 ആ ഒരു രീതിയിൽ ആ ബില്ല് പോയി. അത് കുറയാൻ പോകുന്നില്ല, കൂടത്തേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പം ഇപ്പത്തെ നിലവിലുള്ള കൂട്ടലും കൂടെ വന്നതിന് ശേഷം എന്തായാലും 2500-നകത്ത് കുറയത്തില്ല. അന്നേരം ഇപ്പം വീട്ടില് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അത്യാവശ്യമാണ്. അതന്നേരം ഉപയോഗം നിർത്തേണ്ടി വരും. നമ്മളിപ്പം വീണ്ടും നമ്മൾ പഴമയിലേക്ക് പോകേണ്ടി വരും എല്ലാവരും. അമ്മ ഈ കല്ലിലൊക്കെ അരയ്ക്കാൻ നല്ല പരിചയം ഉണ്ടായിരിക്കില്ല പണ്ടല്ലേ? മിക്സി ഒഴിവാക്കും അല്ലേ? മുട്ട വേദനയൊക്കെ ഉള്ളത് കൊണ്ട്, പല പല അസുഖങ്ങളും ഉള്ളത് കൊണ്ട് അരയ്ക്കാൻ പറ്റത്തില്ല. കറണ്ട് ചാർജ് ഇങ്ങനെ കൂടിയാൽ മിക്സി എന്തോ ചെയ്യും? മിക്സി ഉപയോഗിക്കണ്ടേ? കല്ല് ഇപ്പൊ അവിടെ കിടക്കുന്നു, ഇനിയിപ്പോ കല്ലെടുക്കേണ്ടി വരുമായിരിക്കും. അല്ലാതെ രക്ഷയൊന്നുമില്ല, കാണുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം രാവിലെ എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും അരി ആട്ടിയോ എടുത്തൊക്കെ അല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാർ ഇങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു വിടണ്ടേ രാവിലെ? എന്തെങ്കിലും അതുങ്ങൾക്ക് കൊടുത്തു വിടായിരിക്കും. ഉച്ചയ്ക്കല്ലേ അവിടെ നിന്ന് ശകലം ചോറ് കൊടുക്കത്തുള്ളൂ, പിന്നെ രാവിലെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഈ ഇല്ലായ്മക്കാരെന്ത് ചെയ്യും? ഉള്ളവർക്ക് വിഷയമില്ല, ഉള്ളവർക്ക് 10-50,000 രൂപ ശമ്പളം മേടിക്കുന്നവർക്ക്, തേങ്ങ ഉള്ളവർക്കും ഒന്നും വിഷയമില്ല. പക്ഷേ ഈ കുറഞ്ഞ ശമ്പളക്കാരാ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. അവർ ആത്മഹത്യയ്ക്ക് കൂടെ ഒരുങ്ങിയിരിക്കുക ഇത് ഇങ്ങനെ ആയ. ഇത് വലിയ രീതിയിൽ വിഷയമായിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ 1500 എന്നാണ് അമ്മ പറഞ്ഞത്. ഒരു വർഷം മുമ്പ് 500 ആയിരുന്നല്ലേ? 500 ആയിരുന്നു. പിന്നെ ഇപ്പൊ ഈ 2 റൂമും ഒക്കെ വന്നൊരു എന്തോ വാഷിംഗ് മെഷീനും ഒക്കെ എടുത്തപ്പോഴത്തേക്ക് വില ഭയങ്കര കൂടുതലാണ്. അതൊന്നും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പിന്നെ വരുമാനമുള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷേ അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ആത്മഹത്യക്ക് പിന്നെ അവരുടെ പക്കത്ത് എത്തിയിരിക്കുക. പക്ഷേ ഇനി എന്തോ ചെയ്യും? കാര്യം അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഇരുട്ടടി ആയിരിക്കും. അടുത്ത പ്രാവശ്യം ഇരുട്ടടി അടുത്ത മാസത്തിൽ. ഇപ്പൊ അവര് പറയുന്നത്, ഇപ്പൊ പിന്നെ KM മാണിയൊക്കെ പറയുന്നത് അല്ലേ? KM മാണിയൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? MM മണി അടിക്കണമെന്ന്, അടിച്ചാലേ പിന്നെ നമുക്ക് കറണ്ട് അടിയാല്ലേ?
നമുക്ക് കറണ്ട് അടി. ഇതാണ് അവസ്ഥ. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ചെറുകിട വ്യവസായമൊക്കെ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ആ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കറണ്ട് ചാർജ് വർധനവ് വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാര്യം ഒരു മാസത്തെ വരുമാനത്തിൽ 2000 രൂപയൊക്കെ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ കറണ്ട് ചാർജിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, സാധാരണക്കാർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ എന്റെ വീട്ടിലെ കറണ്ട് ചാർജിന്റെ കാര്യം ശരിയാണ് കണ്ണൻ. വീട്ടുകാരൊക്കെ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇരുട്ടിലിരിക്കാം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പോലെ നമ്മളിപ്പോ പഴമയിലേക്ക് മടങ്ങി പോകേണ്ടി വരും. ചിലപ്പോൾ കല്ലിലൊക്കെ അരച്ച് കല്ലിലൊക്കെ അതൊന്നും മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്. എത്രത്തോളം പ്രാക്ടിക്കൽ ആകും ഈ വന്ന തലമുറയ്ക്ക് എന്നുള്ളത് കൂടി സംശയമുണ്ട്.